വെൽക്കം ടു ഫാഷൻ ട്രെൻഡ്സ് ആൻഡ് ക്രിയേറ്റീവ് ഡിസൈൻ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചുരിദാറിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന മാംഗോ ഡിസൈനിലുള്ള ഒരു വർക്കാണ്. പരസ്പരം തിരിഞ്ഞിരിക്കുന്ന രണ്ട് മാംഗോ ഡിസൈൻസാണിത്. ഈ മാംഗോ ഡിസൈൻസ് ഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. ലേസി ഡേസി ഫ്ലവേഴ്സ് ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ലേസി ഡേസി അത്യാവശ്യം വലുപ്പത്തിലാണ് യൂസ് ചെയ്യുന്നത്. അധികം ചെറുതല്ല. ഒരു 6 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്റർ എവിടെയാണോ അവിടെ നിന്ന് സൂചി മുകളിലോട്ട് എടുക്കുക. ദെൻ നമ്മൾ അതേ ഹോളിലൂടെ തന്നെ താഴേക്ക് എടുക്കുക. അടുത്തതായി സൂചി മുകളിലേക്ക് എടുക്കേണ്ടത് ഫ്ലവറിൻ്റെ ഇതളിൻ്റെ വലുപ്പം എത്ര വേണോ അതിനനുസരിച്ചാണ്. ഇനി സൂചി താഴേക്ക് ഇറക്കി ഈ സ്റ്റിച്ചൊന്ന് സെക്യൂർ ചെയ്യുക. ഇതാണ് ലേസി ഡേസി. എല്ലാ പെറ്റൽസും ഇതേപോലെ ചെയ്തെടുക്കുക. ഈ മാംഗോ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പണ്ട് മുതലേ കസവ് സാരിയിലും പട്ട് സാരിയിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു ഡിസൈനാണിത്. നമ്മൾ ഈ ഡിസൈന് രണ്ടെണ്ണമായിട്ടാണ് ചെസ്റ്റിൽ വരയ്ക്കുന്നത്. അപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ക്ലോത്തിൽ വരയ്ക്കുമ്പോൾ പെൻസിൽ കൊണ്ടൊന്നും വരയ്ക്കരുത്. കാരണം അത് മായ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ക്ലോത്ത് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചോക്ക് കൊണ്ടോ മാർക്കർ കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒക്കെ വരയ്ക്കെടുക്കുക. ലേസി ഡേസി ഉപയോഗിച്ച് പലതരത്തിലുള്ള ഫ്ലവർ ഡിസൈൻ ചെയ്യാം. സ്റ്റിച്ചിൻ്റെ വലുപ്പം കൂട്ടിയും കുറച്ചും അല്ലെങ്കിൽ പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് പല വിധത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ മാംഗോ ഡിസൈനിൻ്റെ താഴെ ഭാഗത്തെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ ചെയ്യുന്നത്. ഫ്ലവർ ലൈറ്റ് ബ്ലൂ കളർ നൂല് കൊണ്ടാണ് ചെയ്യുന്നത്. 2 കളർ നൂലാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലവർ ലൈറ്റ് ബ്ലൂ കൊണ്ടാണ് ചെയ്തത്. അടുത്ത ലൈനായിട്ടാണ് ഫ്ലവേഴ്സ് വരുന്നത്. അപ്പോൾ ആ ലൈനിലുള്ള ഫ്ലവേഴ്സ് ഡാർക്ക് ബ്ലൂ ആവരും. അതിന് ശേഷമുള്ള ഫ്ലവേഴ്സ് ലൈറ്റ് ബ്ലൂ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിപ്പോൾ സെക്കൻഡ് ലൈനിലാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്യുന്നത്. ഡാർക്ക് ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റിൽ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ബ്ലൂ കളറാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. കറക്റ്റ് ഒരേ അളവിൽ എടുത്ത് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് കറക്റ്റ് ഒരേ അളവ് വേണമെങ്കിൽ ഒരേ സൈസ് വലുപ്പത്തിലുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് റൗണ്ട് ചെയ്തിട്ട് വരയ്ക്കാം. അതായത് നമ്മൾ റൗണ്ടിലാണ് ഇത് വരയ്ക്കുക. നിങ്ങൾക്ക് 1 രൂപയുടെ നാണയമൊക്കെ വെച്ചാൽ എല്ലാ ഫ്ലവേഴ്സും ആ ഒരു വലുപ്പത്തിൽ തന്നെ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, റാൻഡംലി ചെയ്യുകയാണ്. ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് ഇടും. എന്നുവെച്ചാൽ ചെറിയൊരു ഗോൾഡൻ ബീഡ്സ് ആണ് നമ്മളവിടെ വയ്ക്കുന്നത്. ഗോൾഡൻ ബീഡ്സ് ഫ്ലവേഴ്സിൻ്റെ നടുവിലും ഓൾ ഓവർ ദ ഡിസൈനിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാ വീണ്ടും നമ്മൾ തേർഡ് ലൈനിൽ ലൈറ്റ് ബ്ലൂ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലൈന് എത്രത്തോളം വലുപ്പമുണ്ടോ, അതായത് ലെങ്ത് ഉണ്ടോ, അത് ഫില്ല് ചെയ്യാൻ ആവശ്യമായ എത്ര ഫ്ലവേഴ്സ് വേണോ അത് ചെയ്തു കൊടുക്കും. ത്രെഡ് യൂസ് ചെയ്ത് നമ്മൾ ഫ്ലവർ ഡിസൈൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സെൻറ്ററിൽ മാത്രമല്ല, നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ അവിടെ എവിടെയായിട്ട് ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വർക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് ഒന്ന് ബ്യൂട്ടിഫുള്ളായി കാണാൻ വേണ്ടി. നിങ്ങൾ നോക്കൂ, നമ്മൾ ബീഡ്സ് വെച്ചപ്പോൾ എത്രത്തോളം നമ്മുടെ ഡിസൈന് ഭംഗിയാവുന്നുണ്ട്. നമ്മൾ ത്രെഡ് മാത്രം ചെയ്യുമ്പോൾ അത്രയ്ക്കൊരു എഫക്റ്റ് അല്ലെങ്കിൽ അത്രയ്ക്കൊരു ഭംഗി കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ ഈ ഗോൾഡൻ ബീഡ്സും കൂടെ അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ വർക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറിപ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 മാംഗോ ഡിസൈൻസിലും ഫുള്ളായിട്ട് ഈ വർക്കും ബീഡ്സ് വർക്കും ചെയ്താൽ നമ്മുടെ ഡ്രസ്സ് അടിപൊളിയായിരിക്കും. ഞാനിതൊരു പ്ലെയിൻ കളറിലാണ് ചെയ്തത്. നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റിച്ചസും നമ്മൾ സെക്യൂർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ക്ലോത്തിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്ത് ലൈനിങ് വരും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചസിന് യാതൊരു കംപ്ലയിൻറ്റും വരില്ല. എന്നാലും ഇടയ്ക്ക് ഒരു 4-5 സ്റ്റിച്ചസ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്.